ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ഉൾപ്പെടെ 2 ബഹിരാകാശ യാത്രികർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റിൽ സുനിത വില്യംസും ഒപ്പം ബാരി വിൽമോർ എന്ന് പറഞ്ഞിട്ടുള്ള 2 ആസ്ട്രോണറ്റ്സിനെ നാസ ഭൂമിയിൽ നിന്നും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഒരു പരീക്ഷണ പറക്കലാണിത് എന്ന് കാണാം. അപ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും ഈ 2 ബഹിരാകാശ യാത്രികരെയും കൃത്യമായിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിക്കുക. അപ്പോൾ കഴിഞ്ഞ ജൂൺ 5-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ലോഞ്ചിങ് നടന്നത്. അത് വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചു. ഈ 2 ബഹിരാകാശ യാത്രികരെയും കൃത്യമായിട്ട് ISSലേക്ക് എത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഏകദേശം ഒരാഴ്ചയോളം ഇവർ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ചിലവഴിച്ചതിന് ശേഷം ഈ 2 ആസ്ട്രോണറ്റ്സിനെയും തിരിച്ച് കൃത്യമായി അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഈ ഒരു പരീക്ഷണ പറക്കലിൻ്റെ ഭാഗം തന്നെയാണ്. ജൂൺ 14-ാം തീയതിയാണ് ഈ മടക്കയാത്ര നിശ്ചയിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. എന്നാൽ 1-2 തവണ ഈ റിട്ടേൺ ജേർണി അല്ലെങ്കിൽ ഈ മടക്കയാത്ര നീട്ടിവെക്കുന്ന ഒരു തീരുമാനമാണ് നാസയുടെയും ബോയിങ്ങിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മൂലമാണ് ഈ മടക്കയാത്ര നീട്ടിവെക്കുന്നത് എന്ന് വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ നാസയിൽ നിന്ന് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്നാണ് ഇവർ മടങ്ങി വരുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല. എങ്ങനെ പോയാലും ജൂലൈ മാസം 4-ാം തീയതിക്ക് ശേഷം മാത്രമേ ഈ ബഹിരാകാശ യാത്രികർക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നാസ പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇവരുടെ മടക്കയാത്ര വൈകുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റ് നേരിടുന്നത്, അതുപോലെ എന്തിനാണ് നാസയുടെ 2 ബഹിരാകാശ യാത്രികർ ഈ ബോയിങ്ങിൻ്റെ സ്പേസ് ക്രാഫ്റ്റിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോവുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഈ 2 ബഹിരാകാശ യാത്രികളും ഈ വാർത്തകളിലൊക്കെ പറയുന്നത് പോലെ ബഹിരാകാശത്ത് കുടുങ്ങി കിടക്കുമോ, അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 ബഹിരാകാശ യാത്രികർ, ഈ 2 ആസ്ട്രോണറ്റ്സും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നാസയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിനെയാണ് കോട്സ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ഓർബിറ്റൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എന്നാണ് ഈ കോട്സിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാസയ്ക്ക് പല അവസരങ്ങളിലും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഒരുപാട് കാർഗോ ട്രാൻസ്പോർട്ടേഷൻ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നാസയുടെ സ്പേസ് ക്രാഫ്റ്റുകളും അതുപോലെ തന്നെ നാസയുടെ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം പ്രൈവറ്റ് കമ്പനികളുടെ, സ്വകാര്യ കമ്പനികളുടെ സർവീസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ കോട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സ്പേസ് എക്സ് അതുപോലെ തന്നെ ഓർബിറ്റൽ ATK എന്ന് പറഞ്ഞിട്ടുള്ള 2 കമ്പനികളെ നാസ തിരഞ്ഞെടുക്കുകയും അവരുടെ ഈ ഒരു പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോസ്റ്റ് കട്ടിങ് നടത്താൻ നാസയ്ക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് US ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നാസയുടെ ഭാഗത്തു നിന്നും മറ്റൊരു ആലോചന ഉണ്ടാകുന്നത്. ഈ പറഞ്ഞിട്ടുള്ള കാർഗോ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിന് പ്രൈവറ്റ് കമ്പനികളെ ആശ്രയിക്കുന്നത് പോലെ നാസയുടെ ആസ്ട്രോനട്ടുകളെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന് എന്തുകൊണ്ട് പ്രൈവറ്റ് കമ്പനികളെ ആശ്രയിച്ചു കൂടാ എന്നുള്ളതായിരുന്നു അവരുടെ ആ ഒരു ചിന്ത. എന്തുകൊണ്ടാണ് നാസയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു ചിന്ത മുന്നോട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നാസയ്ക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ധാരാളം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു നമുക്ക് കാണാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് അവരുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ ഭീമമായിട്ടുള്ള ചെലവ് തന്നെയായിരുന്നു. ഓരോ ബഹിരാകാശ യാത്രയ്ക്കും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് നാസയും US ഗവൺമെൻറ്റും ചിലവാക്കിക്കൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആരോപണങ്ങൾ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ ഒരു സ്പേസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് റിസ്ക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായി തന്നെ 1986 ചലഞ്ചർ ദുരന്തവും അതുപോലെ തന്നെ 2003 കൽപ്പന ചൗള ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന കൊളംബിയ ദുരന്തവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു റിസ്ക് ഉള്ള ഈ പരിപാടി ഇത്രയും ഭീമമായ ചിലവ് ഉപയോഗിച്ച് നടത്തുമ്പോൾ തന്നെ ഓരോ വർഷവും 4-5 തവണയിൽ കൂടുതൽ ഈ പറഞ്ഞിട്ടുള്ള സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം അവർക്ക് നടത്താൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് 2011 ഈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഈ സ്പേസ് ഷട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം നാസ അവസാനിപ്പിക്കുന്നത്. പക്ഷേ 2011 ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിച്ചാലും അവർക്ക് അവരുടെ ആസ്ട്രോനട്ടുകളെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിക്കണം.
അപ്പോൾ അതിനുവേണ്ടി അവർ സ്വീകരിക്കുന്ന മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള റോസ് കോസ്മോസിൻ്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം ആയിട്ടുള്ള സോയൂസ് പ്രോഗ്രാമിനെ ഇവർ ആശ്രയിക്കുകയാണ്. അതായത് 2011 ശേഷം അമേരിക്കയുടെ ബഹിരാകാശ യാത്രികരെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നത് ഈ റഷ്യയുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. പക്ഷേ അതിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് തന്നെയാണ്. 2006 ഒരാളെ ഈ പ്രോഗ്രാമിലൂടെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് $20 മില്യൺ ആയിരുന്നു നാസയ്ക്ക് ചിലവായിരുന്നത് എങ്കിൽ 2020 അത് $90 മില്യൺ ഉയരുകയാണ്. ഇതുമാത്രമല്ല, ഇങ്ങനെയൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി റഷ്യയുമായിട്ട് ഇവർക്കൊരു ഡിപ്പെൻഡൻസി വരികയാണ്. അതായത് അമേരിക്കയ്ക്ക് അവരുടെ ആസ്ട്രോനോട്സിനെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിക്കണമെങ്കിൽ റഷ്യയുടെ സഹായത്തോടു കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയും വരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പുറത്ത് കടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള കാർഗോ ട്രാൻസ്പോർട്ടേഷൻ സ്വകാര്യ കമ്പനികൾ നടത്തുന്നത് പോലെ തന്നെ ഈ ആസ്ട്രോനോട്സിനെയും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ സ്വകാര്യ കമ്പനികളെ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നാസ മുന്നോട്ട് വെക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് എന്നുകൂടെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാം. ഇതിനകത്ത് ആദ്യം സംഭവിക്കുന്നത് ഒരുപാട് കമ്പനികൾ നാസയുടെയും US ഗവൺമെൻറ്റിൻ്റെയും മുന്നിൽ വരും. അതിൽ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള 1-2 കമ്പനികളെ നാസ തിരഞ്ഞെടുക്കും. അതിനുശേഷം അവർക്ക് ഒരു വലിയ തുക കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പണം കൊടുക്കുന്നത് എന്നുള്ളൊരു സംശയം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാസയിലെ ആസ്ട്രോനോട്സിനെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വലിയൊരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യണം, ഒരു വലിയ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ സ്പേസ് ക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ നടത്തണം. ഇതിന് ഈ കമ്പനികൾക്ക് ധാരാളം പണം ചിലവാകും. സോ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നാസ ഇവർക്ക് പണം കൊടുക്കുന്നത് എന്ന് കാണാം. അപ്പോൾ കമ്പനികൾ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് റിസർച്ചും ഡെവലപ്മെൻറ്റും എല്ലാം നടത്തിയതിന് ശേഷം അവരുടേതായിട്ടുള്ള പുതിയ പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്യും, അല്ലെങ്കിൽ പുതിയ സ്പേസ് ക്രാഫ്റ്റുകളെ അവർ ഡിസൈൻ ചെയ്യും. ഇങ്ങനെ ഡിസൈൻ ചെയ്തതിന് ശേഷം ഇതിന് വിവിധങ്ങളായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തും. മനുഷ്യരില്ലാതെ ഈ സ്പേസ് ക്രാഫ്റ്റിനെ ആദ്യം ബഹിരാകാശത്തേക്ക് അയക്കും. അത് സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ ആസ്ട്രോനോട്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം നടത്തും. ഇങ്ങനെ നടത്തിയ ടെസ്റ്റുകളെല്ലാം വിജയിച്ച് ഇതിനകത്തെല്ലാം ഇവർ സക്സസ് ആകുമ്പോഴാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ നാസയിൽ നിന്ന് കിട്ടുന്നത്. അതിനുശേഷം ഈ സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നാസ അവരുടെ ആസ്ട്രോനോട്സിനെ ഭൂമിയിൽ നിന്നും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കും അയക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് 2011 തന്നെ ഈ ഒരു പ്രൊജക്റ്റ്, അതായത് കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന് പറഞ്ഞുള്ള പ്രൊജക്റ്റ് നാസ അംഗീകരിക്കുന്നുണ്ട്. 2014 ആയപ്പോഴത്തേക്കും 2 കമ്പനികളെ ഈ പ്രൊജക്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കമ്പനി SpaceX ആണ് എന്ന് കാണാം. ഇപ്പോൾ SpaceX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റിസർച്ചും കാര്യങ്ങളും ഡെവലപ്മെൻറ്റും എല്ലാം അവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നാസയുടെ കോട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിൽ ഒരു പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് SpaceX ആയിരുന്നു. അതുകൊണ്ട് ഒരു കമ്പനിയായിട്ട് അവർ SpaceXനെ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് ബോയിങ് ആണ് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ബോയിങ്ങും നാസയും തമ്മിലും കാലാകാലങ്ങളായിട്ട് പാർട്ട്ണർഷിപ്പ് പല പ്രോഗ്രാമുകളിലും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഈ ബോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. അപ്പോൾ ഇവർക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള റിലേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് രണ്ടാമത്തെ കമ്പനിയായിട്ട് ഇവർ ബോയിങ്ങിനെ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 കമ്പനികൾക്കും നാസ പണം കൈമാറുന്നത് കാണാം. SpaceXന് $2.6 ബില്യൺ, ബോയിങ്ങിന് $4.2 ബില്യൺ നാസ കൈമാറുന്നത്. ഇതിൻ്റെ ഭാഗമായി അവർ റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ ആരംഭിക്കുന്നു. ഈ 2 കമ്പനികളും ഓരോ പുതിയ സ്പേസ് ക്രാഫ്റ്റുകളെ ഡിസൈൻ ചെയ്യുകയാണ്. ഇവിടെ SpaceX ക്രൂ ഡ്രാഗൺ എന്ന പേരിൽ ഒരു പുതിയ സ്പേസ് ക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ബോയിങ് സ്റ്റാർലൈനർ എന്ന പേരിലുള്ള ഒരു പുതിയ സ്പേസ് ക്രാഫ്റ്റാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. ഇനി അടുത്തതായിട്ട് നാസയുടെ ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. SpaceXന് ഈ പ്രൊജക്റ്റിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. 2019 ആയപ്പോഴേക്കും ഇവർ അവരുടെ ആദ്യത്തെ അൺമാൻഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നു. അതായത് ഈ സ്പേസ് ക്രാഫ്റ്റിനെ ആളില്ലാതെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നു. ഇത് ISSൽ കൃത്യമായി ഡോക്ക് ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യുന്നതിനെയാണ് അൺമാൻഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. തൊട്ടടുത്ത വർഷം 2020 മെയ് മാസത്തിൽ തന്നെ SpaceXന് അവരുടെ ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റും കൃത്യമായിട്ട് വിജയിപ്പിക്കാൻ സാധിക്കുന്നു. ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ CFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂവിനെ അല്ലെങ്കിൽ ബഹിരാകാശ യാത്രികരെ ഈ സ്പേസ് ക്രാഫ്റ്റിൽ ഇരുത്തിക്കൊണ്ട് അതിനെ ബഹിരാകാശത്തെ അയക്കുകയും കൃത്യമായി അവരെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവരെ തിരിച്ച് സുരക്ഷിതമായി ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്യുന്നതിനെയാണ് ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. 2020 മെയ് മാസത്തിൽ അത് കൃത്യമായി ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണങ്ങൾ വിജയകരമായിട്ട് ചെയ്യാൻ SpaceXന് സാധിക്കുന്നു. അത് സാധിച്ചതുകൊണ്ട് തന്നെ 2020 ഡിസംബർ മാസം മുതൽ അവരുടെ ഈ പ്രോഗ്രാം ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2020 ഡിസംബറിനും 2024 മാർച്ചിനും ഇടയിൽ നാസയുടെ 8 ക്രൂസിനെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ വിജയകരമായിട്ട് SpaceXന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് പുറമെ മറ്റു പല പ്രൊജക്റ്റുകളും SpaceXന് ക്രൂ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ച് നടത്താനും സാധിക്കുന്നുണ്ട്. അപ്പോൾ SpaceX വളരെ വിജയകരമായിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്.
എന്നാൽ ബോയിങ്ങിന് അവരുടെ റിസർച്ചും ഡെവലപ്മെൻറ്റും അത്ര സുഖകരമായിരുന്നില്ല. സ്പേസ് എക്സിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റ് ഒരുപാട് പിന്നിലായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. സ്പേസ് എക്സ് എന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നാസയുടെ ഈ പുതിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരുപാട് പ്രൊജക്റ്റുകളിൽ ഒന്ന് മാത്രമായിരുന്നു. കാരണം ഇതുപോലുള്ള ഒരുപാട് പ്രൊജക്റ്റുകളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ബോയിങ് എന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല. ഈ പ്രൊജക്റ്റ് അവരുടെ ഒരു ലൈഫ് ലൈൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ബോയിങ്ങിൻ്റെ 737 മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്ലെയിനുകളെല്ലാം അവർക്ക് ഗ്രൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് എയർലൈൻ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള ഡിസ്റപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ രീതിയിലും വലിയ നഷ്ടം ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ വലിയ രീതിയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ബോയിങ്ങിന് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുകയാണെങ്കിൽ അവർക്ക് പുതിയൊരു ഇൻകം സ്ട്രീം തുറന്നു കിട്ടുകയും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നൊരു പ്രൊജക്റ്റായിരുന്നു ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബോയിങ് ആദ്യകാലത്ത് മുന്നോട്ട് വെച്ചിരുന്ന ചില പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് 2018 ആകുമ്പോൾ തന്നെ ഇവരുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്. അതായത് എല്ലാ ടെസ്റ്റുകളും വിജയകരമായി പൂർത്തീകരിച്ച് 2018 തന്നെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർ പറഞ്ഞിരുന്നു. എങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഡിഫിക്കൽട്ടീസിനെ ഇവർ നേരിടുന്നു. ഇവരുടെ ടെസ്റ്റുകളെല്ലാം ഒരുപാട് ഡിലേ ആവുന്നു. ഇവരുടെ അൺമാൻഡ് ടെസ്റ്റ്, ഓർബിറ്റൽ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഓർബിറ്റൽ ഫ്ലൈറ്റ് ടെസ്റ്റ് തന്നെ ആദ്യം നടക്കുന്നത് 2019 ഡിസംബറിലായിരുന്നു എന്ന് കാണാം. പക്ഷേ ഈ ടെസ്റ്റ് പരാജയപ്പെടുകയാണ്. ഈ ടെസ്റ്റിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവരുടെ സോഫ്റ്റ്വെയറിന് വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിശ്ചയിച്ചതിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ്, സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് എത്തിച്ചേരുകയും അവർക്ക് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യാൻ പറ്റാതെ തിരിച്ചു വരേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഫെയിലിയർ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ അൺമാൻഡ് ടെസ്റ്റ് സക്സസ് ആയാൽ മാത്രമേ മാൻഡ് ആയിട്ടുള്ള, അതായത് ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റുകളിലേക്ക് ഇവർക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഓർബിറ്റൽ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ബോയിങ് കമ്പനി നിർബന്ധിതരാവുകയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്തരത്തിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള, നേരത്തെ പ്ലാൻ ചെയ്യാത്ത ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണം നാസ കൊടുക്കുകയില്ല. അത് ഈ കമ്പനികൾ സ്വന്തമായിട്ട് മുടക്കുകയാണ് വേണ്ടത്. അങ്ങനെ രണ്ടാമതൊരു ഫ്ലൈറ്റ് ടെസ്റ്റ്, ഓർബിറ്റൽ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ബോയിങ് തീരുമാനിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പണം മുടക്കാനും അവർ തീരുമാനിക്കുകയും ഇത് അവരുടെ ഷെയർ ഹോൾഡേഴ്സിനിടയിൽ വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ആദ്യം 2020 ഈ രണ്ടാമത്തെ ഓർബിറ്റൽ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുന്നു. പിന്നീട് ഇത് ഡിലേ ആവുന്നത് 2021 നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അത് പിന്നീട് വീണ്ടും ഡിലേ ആയി 2022 മെയ്യിൽ മാത്രമാണ് അൺമാൻഡ് ടെസ്റ്റ് നടത്താൻ ബോയിങ് കമ്പനിക്ക് സാധിക്കുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ ടെസ്റ്റ് അവർക്ക് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, 2022 മെയ് മാസത്തിൽ ബോയിങ് അവരുടെ അൺമാൻഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ടെസ്റ്റ് പൂർത്തീകരിക്കുമ്പോൾ അതിനേക്കാൾ 2 വർഷം മുന്നേ തന്നെ സ്പേസ് എക്സ് അവരുടെ ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് സക്സസ് ആയി പൂർത്തീകരിച്ചിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരുപാട് പിന്നിലായിരുന്നു ബോയിങ്ങിൻ്റെ റിസർച്ചും ഡെവലപ്മെൻറ്റും എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അവരുടെ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ പറഞ്ഞുള്ള ഓർബിറ്റൽ ഫ്ലൈറ്റ് ടെസ്റ്റ് വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. അടുത്തതെന്ന് പറയുന്നത് ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് ആണ്. അതായത് ആസ്ട്രോണറ്റ്സിനെ ഇതിനകത്ത് ഇരുത്തിക്കൊണ്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. 2023 ജൂലൈ മാസത്തിൽ ഈ ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തുമെന്നാണ് ഇവർ പറഞ്ഞത്. എങ്കിലും ഇവരുടെ സ്പേസ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് കണ്ടുപിടിക്കപ്പെടുകയാണ്. ഈ സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യുന്ന ചില പാരഷൂട്ടുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്. ഈ പാരഷൂട്ടുകളിൽ വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ അവർ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ഈ സ്പേസ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വയറിങ്ങുകൾ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പിന്നീട് കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ട് ഇതിനെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഈ ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തുകയുള്ളൂ എന്നിവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അത് പുഷ് ചെയ്യുന്നു. അങ്ങനെ പുഷ് ചെയ്ത് 2024 മെയ് മാസം 6-ാം തീയതി ഇവരുടെ ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീയതിയായിട്ട് ഇവിടെ നിശ്ചയിക്കുകയാണ്. എന്നാൽ ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ലോഞ്ച് നടത്തുന്നതിന് 2 മണിക്കൂർ മുന്നേ ഇതിൻ്റെ ഓക്സിജൻ വാൽവുകൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോക്കറ്റിൻ്റെ ഓക്സിജൻ വാൽവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം അവർ കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്നും ഹീലിയം വാതകം ചോരുന്നതായിട്ട് അവർ കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ആ ലോഞ്ച് ഇവർ അബോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പുതിയൊരു തീയതി നിശ്ചയിക്കുകയാണ്. 2024 ജൂൺ 1-ാം തീയതി ഇത് ലോഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നാൽ ലോഞ്ചിന് വെറും 3 മിനിറ്റും 50 സെക്കൻഡുകൾക്ക് മുമ്പ് മറ്റ് ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഇവർ കണ്ടുപിടിക്കുകയും വീണ്ടും ഇവർ ലോഞ്ച് അബോർട്ട് ചെയ്ത് ഈ ലോഞ്ച് ഡിലേ ചെയ്യാൻ, അല്ലെങ്കിൽ ലോഞ്ച് പോസ്റ്റ്പോൺ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവസാനം നിശ്ചയിച്ച തീയതിയാണ് 2024 ജൂൺ 5 എന്ന് പറയുന്നത്. ജൂൺ 5-ാം തീയതി സക്സസ്ഫുൾ ആയിട്ട് ഇവർക്ക് ഇതിൻ്റെ ലോഞ്ച് നടത്താൻ സാധിക്കുന്നു. 2 ആസ്ട്രോണറ്റ്സിനെ വഹിച്ചുകൊണ്ട് ഇവർ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുകയും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുകയും ഈ 2 ബഹിരാകാശ യാത്രികരെയും സുരക്ഷിതമായി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഉള്ളിലെത്തിക്കാനും ഈ ഒരു ബഹിരാകാശ വാഹനത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയുടെ ഭാഗമായിട്ടാണ് സുനിത വില്യംസും അതുപോലെ തന്നെ ബാരി വിൽമോറും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാം. പക്ഷേ ഈ ഡോക്കിങ്ങും അതുപോലെ തന്നെ ഈ യാത്രയും ഒക്കെ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്പേസ് ക്രാഫ്റ്റിന് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ ഹീലിയം വാതകത്തിൻ്റെ ചോർച്ച തന്നെയായിരുന്നു. ഹീലിയം വാതകത്തിൻ്റെ ചോർച്ച ഉണ്ടാവും എന്നുള്ള ചില കണക്കുകൂട്ടലുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും
ഈ ഒരു പ്രൊജക്റ്റ് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ചോർച്ച ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ത്രസ്റ്ററുകളുണ്ട്. ഏകദേശം 28ഓളം ത്രസ്റ്ററുകളുണ്ട്. ഈ 28 ത്രസ്റ്ററുകളിൽ 5 ത്രസ്റ്ററുകളുടെ പ്രവർത്തനം ഇടയ്ക്ക് വെച്ച് നിന്ന് പോയത് ഇവരുടെ യാത്രയെ വളരെയധികം ദുഷ്കരമാക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചുവെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു. രണ്ടാമത്തെ ശ്രമത്തിൽ മാത്രമാണ് ഈ സ്പേസ് ക്രാഫ്റ്റിന് ISSമായിട്ട് കൃത്യമായി ഡോക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഈ യാത്രയുടെ അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായതുകൊണ്ട് ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം കണ്ടെത്തിയതിന് ശേഷം അത് പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് ഈ മടക്കയാത്ര മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ മടക്കയാത്ര ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംശയങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഈ സ്പേസ് ക്രാഫ്റ്റിനുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളതാണ്. അപ്പോൾ നാസയും ബോയിങ്ങും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ആസ്ട്രോനട്സിന് ഭൂമിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇതേ സ്പേസ് ക്രാഫ്റ്റ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളൊരു നിലപാടാണ് നാസയും ബോയിങ്ങും എടുത്തിരിക്കുന്നത്. അപ്പോൾ ആളുകൾ മറ്റൊരു സംശയം ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇവരുടെ യാത്ര വൈകിപ്പിച്ചുകൊണ്ട് ഇവരിത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നാസയും ബോയിങ്ങും കൊടുക്കുന്ന മറുപടി 45 ദിവസം വരെ സുരക്ഷിതമായി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്ത് നിൽക്കാൻ ഈ സ്റ്റാർലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റിന് സാധിക്കും എന്നാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല ബാക്കപ്പ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 72 ദിവസം വരെ സുരക്ഷിതമായി ഡോക്ക് ചെയ്ത് നിൽക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹീലിയത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് പ്രൊപ്പല്ലൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ഇവിടെ ഹീലിയം ഉപയോഗിക്കുന്നത്. ഈ വാഹനത്തിന് ആവശ്യമായതിനേക്കാൾ ഒരുപാട് മടങ്ങ് ഹീലിയം ഓൾറെഡി ഈ വാഹനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ലീക്ക് വലിയ പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്കിങ്ങനെ സുരക്ഷിതമായി നിൽക്കാൻ സാധിക്കുമ്പോൾ ഏത് നിമിഷവും സുരക്ഷിതമായി ഇതേ വാഹനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യമുള്ളപ്പോൾ ചെറുതാണെങ്കിലും മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പരീക്ഷണമായതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് നാസയും ബോയിങ്ങും പറയുന്നു. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് 2 ഭാഗങ്ങളുണ്ടെന്ന് കാണാം. ഒരു ക്രൂ മൊഡ്യൂളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സർവീസ് മൊഡ്യൂളും ഉണ്ട്. ഈ ക്രൂ മൊഡ്യൂളിലാണ് ഈ പറഞ്ഞിട്ടുള്ള 2 ആസ്ട്രോണട്സും യാത്ര ചെയ്യുന്നത്. ഇനി സർവീസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് അൺഡോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഭൂമിയിലേക്കുള്ള യാത്രയിൽ കൃത്യമായിട്ടുള്ള ഒരു ഓർബിറ്റിലേക്ക് ഈ ഒരു ക്രൂ മൊഡ്യൂളിനെ എത്തിക്കുക എന്നുള്ളതാണ് സർവീസ് മൊഡ്യൂളിൻ്റെ ലക്ഷ്യം. ഈ ക്രൂ മൊഡ്യൂൾ മാത്രമായിരിക്കും ഭൂമിയിലേക്ക് തിരിച്ചു വരിക. സർവീസ് മൊഡ്യൂൾ അന്തരീക്ഷത്തിൽ കത്തിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പം നിലവിലുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ സർവീസ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റ് സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിയാലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സർവീസ് മൊഡ്യൂൾ തിരിച്ചെത്തുകയില്ല. സർവീസ് മൊഡ്യൂൾ അവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഈ സർവീസ് മൊഡ്യൂൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഉള്ളപ്പോൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ യാത്ര ആരംഭിക്കാതെ അല്ലെങ്കിൽ ഈ യാത്ര വൈകിപ്പിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ബോയിങ്ങും അതുപോലെ തന്നെ നാസയും പറയുന്നത്. ഇനി ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ വാഹനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ, അതായത് ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ 2 ആസ്ട്രോണട്സും ബഹിരാകാശത്ത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ചോദ്യം ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊരിക്കലും സംഭവിക്കുകയില്ല എന്ന് നാസ ഉറപ്പ് നൽകുന്നു. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും സ്പേസ് ക്രാഫ്റ്റിൽ ഈ 2 യാത്രികരെയും സുരക്ഷിതമായിട്ട് ഭൂമിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. ഇത് മുന്നേ നാസ ചെയ്തിട്ടുള്ളതാണ്. 2022 ഒരാൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോവുകയും അയാൾ പോയ വാഹനത്തിന് തകരാറുണ്ടായി കഴിഞ്ഞപ്പോൾ കുറച്ചധികം ദിവസം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തങ്ങിയതിന് ശേഷം മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിൽ അയാളെ സുരക്ഷിതമായിട്ട് ഭൂമിയിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് ഓൾറെഡി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതിലെ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ 2 പേരെ കൂടെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് സുരക്ഷിതമായിട്ട് തിരിച്ചു വരാൻ സാധിക്കും എന്നാണ് നാസ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ സുരക്ഷിതമായിട്ട് ഭൂമിയിലെത്തുമെങ്കിലും ബോയിങ് എന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നാണക്കേടിന് കാരണമാവും. അവരുടെ എല്ലാ തരത്തിലുള്ള ഫെയിലിയേഴ്സിലേക്ക് നയിക്കും എന്നുള്ള കാര്യവും കൂടെ തിരിച്ചറിയാം. അപ്പോൾ സുനിത വില്യംസ് ഉൾപ്പെടെ നാസയുടെ 2 ബഹിരാകാശ യാത്രികർ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.